ഹായ്, ഞാൻ സലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റാണ്, ലോറാപെറ്റലം. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ചൈനയും ജപ്പാനുമാണ്. അവിടെയാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ട്. അപ്പം നേഴ്സറികളിലൊക്കെ ഇത് അവൈലബിളാണ്. പക്ഷേ ലോറാപെറ്റലം 2 ടൈപ്പിലുണ്ട്. ഒന്ന് നല്ല പൊക്കം വെക്കുന്നതും ഇപ്പം കാണുന്ന വീഡിയോയിൽ കാണുന്നത് പൊക്കം കുറഞ്ഞ് ഒരുപാട് പൂക്കൾ തരുന്നതാണ്. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അഞ്ജു മാഡമാണ്. ഈ പ്ലാന്റ് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് അഞ്ജു മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന പ്ലാന്റ് ലോറാപെറ്റലം എന്ന് പറഞ്ഞ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. അടിപൊളി ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. നമ്മുടെ കാലാവസ്ഥയിൽ ഇത് നല്ലതായിട്ട് വളരുന്നുണ്ട്. ഇതിന് ഒരുപാട് വെയിലുള്ളിടത്ത് തന്നെ ഇത് സെറ്റ് ചെയ്യണം. ഇപ്പം പൂക്കുന്ന സീസണാണ്, നിറയെ പൂക്കളുണ്ടാവും. ഇത് ചെറുതിലേ പൂ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ചെറുതിലെ ഇതിൻ്റെ വേറൊരു സൈസ് പ്ലാന്റ് നേരത്തെ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടായിരുന്നു. അത് മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ കാണും. പക്ഷെ അതിൻ്റെ ഇലകൾ ഇത്രയും കളറില്ല ഇലയ്ക്ക്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഹൈറ്റിൽ പോവും, അതായത് കിളന്നു പോവും. ഇത് ഈ പ്ലാന്റിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് നേരെ താഴോട്ടാണ് നിൽക്കുന്നത്, മേളിലോട്ടല്ല. അതായത് ബുഷായിട്ട് താഴോട്ട് നിൽക്കും. പിന്നെ കട്ട് ചെയ്ത് നമ്മൾ ആദ്യം കാണിച്ച പോലെ എങ്ങനെ വേണേലും വെക്കാം. ഈ പ്ലാന്റ് 2 എണ്ണമൊക്കെയാണ് ഒരു പോട്ടിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾ ഇത് കൊറിയർ ചെയ്ത് തരുമ്പോൾ 50 രൂപയുടെ പ്ലാന്റ് ഉണ്ട്. അങ്ങനെ 50 രൂപയുടെ പ്ലാന്റ് ആണെങ്കിൽ 2 എണ്ണം ആണ് അയച്ചു തരുന്നത്, അതായത് 100 രൂപയ്ക്ക്. കാരണം 50 രൂപയുടെ പ്ലാന്റ് കൊറിയർ ചാർജും കൊടുത്ത് വാങ്ങിക്കുന്നതിലും നല്ലത് ആ 2 പ്ലാന്റ് വാങ്ങിച്ച് ഒരു ചട്ടിയിൽ നല്ലവണ്ണം സെറ്റ് ചെയ്ത് നമുക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അതായത് 100 രൂപയുടെ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട്, 100 രൂപയുടെ പ്ലാന്റും ഉണ്ട്. ഇത് പിന്നെ നടുന്ന രീതി എന്ന് പറഞ്ഞാൽ 2 പ്ലാന്റ് വാങ്ങിക്കുവാണെങ്കിൽ ഒരു പോട്ടിനകത്ത് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ സെറ്റ് ചെയ്യുക. അതായത് മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഇത് നമ്മൾ നേരത്തെ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മണ്ണാണ്. അതിനകത്താണ് ഇതിപ്പം സെറ്റ് ചെയ്തേക്കുന്നത്. മണ്ണൊക്കെ നമ്മുടെ സാധാരണ മണ്ണ് മതി, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പിന്നെ അതിന് ചകിരിച്ചോറോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ നല്ലതായിട്ട് ഇത് വളരും. ഈ ചൈനയിലും ജപ്പാനിലും ഒക്കെ ആയിരുന്നു നേരത്തെ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും ഇത് കിട്ടുന്നുണ്ട്. ഈ പ്ലാന്റ് 2 പ്ലാന്റ് ചേർന്ന് ഒരു ചട്ടിക്കകത്ത് വെച്ചേക്കുന്നതാണ്. ഈ ചെടി ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ കൊറിയർ ചെയ്ത് തരും. ഇത് നമ്മുടെ പഴയ മോഡൽ ചെടിയാണ്. ഈ ചെടിയല്ല ഇപ്പം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇപ്പം പുതിയ ഒരു സൈസ് ലോറാപെറ്റ ആണ് അയച്ചു തരുന്നത്. ഇപ്പോഴത്തേത് തന്നെ ഇങ്ങനെ നിൽക്കും, അതായത് ഇല ഇങ്ങനെ താഴോട്ട് നിൽക്കും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. പിന്നെ ചെറുതിലേ അങ്ങ് പൂക്കും. ഓരോ ഇലയുടെ ഇതിലും പൂക്കളാണ് വരുന്നത്. വെയിൽ വേണം, നല്ലവണ്ണം വെയിൽ വെക്കണം. ഇത് ഈ 100 രൂപയ്ക്ക് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്ന തയ്യ. ഇന്ന് ഞാൻ വേറെ വലിയ പോട്ടിലോട്ട് മാറ്റിയിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ ചെടി ഇത്രയും വലിപ്പം ആയി. വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ചെടി അങ്ങ് നല്ല വലുതാവും. നല്ല വെയിൽ വേണം. പിന്നെ ഈ കളറായ ഇലയ്ക്ക് ലീഫിന് ഈ കളർ വരും. പഴയ ലോറാപെറ്റലും ഇപ്പോഴത്തെ ലോറാപെറ്റലും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഈ കാണിക്കുന്നത്. പഴയതിന് നമ്മുടെയൊക്കെ വീടുകളിൽ നേരത്തെ ഉണ്ടായിരുന്നതിന് ഒരു പച്ച കളർ ഇലയും കൂടെ അതിനും വരും. പിന്നെ ഇത് ഇങ്ങനെ മേളിലോട്ടാണ് ഇത് നിൽക്കുന്നത്, ഇങ്ങനെ മേളിലോട്ടാണ്. അതൊക്കെ വ്യത്യാസം. പക്ഷെ പൂവ് ആ പഴയ ഇപ്പോഴത്തേതും എല്ലാം ഒരുപോലത്തെ പൂക്കളാണ്. ഇതിന് പൂവ് അധികം ഇല്ല, പൂക്കും, എന്നാലും ഒരുപാട് പൂക്കളൊന്നും ഇല്ല. ഈ പ്ലാന്റ് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ സെല്ലേഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. ഇതൊരു ചെറിയ വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്കിനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.